നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൽപ്പറ്റ സെന്റർ കമ്മിറ്റി യോഗം നടത്തി. 50ഓളം പേർ പങ്കെടുത്ത യോഗത്തിൽ സെന്ററിന്റെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി സേവനം ലഭിച്ചതിനെ തുടർന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനായ 3 പേരെ കുറിച്ചുള്ള പേഷ്യന്റ് സ്റ്റോറി ഡോക്യുമെന്ററിയായി അവതരിപ്പിച്ചത് കയ്യടികളോടെയാണ് പങ്കെടുത്തവർ സ്വീകരിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷാജി തദേവൂസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം വേലായുധൻ സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ആൽഫ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും പാലിയേറ്റീവ് കെയർ രംഗത്തെ കമ്പാഷനേറ്റ് കേരളം എന്ന മുന്നേറ്റത്തെക്കുറിച്ചും വിശദീകരിക്കുകയും തുടർന്ന് നടന്ന ചർച്ചകൾക്ക് മറുപടി പറയുകയും ചെയ്തു. കമ്പാഷനേറ്റ് കേരളം സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ പാലിയേറ്റീവ് കെയർ പരിചരണത്തെക്കുറിച്ച് സംസാരിച്ചു. ട്രഷറർ ഡെൻസി ജോൺ നന്ദി പറഞ്ഞു. ഒക്ടോബറിൽ നടക്കുന്ന വേൾഡ് പാലിയേറ്റീവ് കെയർ ദിനാചരണം വിപുലമായി സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. തൃശൂർ വലപ്പാട് മായ കോളേജിലെ 30ഓളം വിദ്യാർത്ഥികൾ ആൽഫ പാലിയേറ്റീവ് കെയർ എടമുട്ടം ഹോസ്പീസ് സന്ദർശിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ മേഘ്ന അനിൽകുമാർ ആൽഫയെക്കുറിച്ചും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും വിശദീകരിച്ചു. ആൽഫയിലെ ഉപാസന ഹാൾ, പാലിയേറ്റീവ് പുനർജനി വിഭാഗം, ആശിഷ് കെയർ ഹോം, IP എന്നിവിടങ്ങൾ സന്ദർശിച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ആൽഫ നെടുമങ്ങാട് സെന്ററിൽ പുതുതായി ചാർജ് എടുത്ത മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷൈജിത ശൈലജിന് സ്വീകരണം നൽകി. ഭാരവാഹികളായ സെക്രട്ടറി ഗോപകുമാർ, ട്രഷറർ അശോക് കുമാർ, ഹോം കെയർ കോർഡിനേറ്റർ അശോക് കുമാർ, കൊക്കോതമംഗലം സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.